ഒടുവിൽ ആ തീരുമാനം വരികയാണ്. ഹൈക്കമാൻഡിന്റെ പിന്തുണ KC വേണുഗോപാലിന്. ഇത് ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ കഥ മാത്രമല്ല, അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ സമസ്യയ്ക്ക് കോൺഗ്രസ് കണ്ടെത്തുന്ന ഉത്തരത്തിന്റെ കഥ കൂടിയാണിത്. ഇതാണ് കോൺഗ്രസ് രീതി. ഇനി VD സതീശനും രമേശ് ചെന്നിത്തലയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകം. അവരെ അനുനയിപ്പിക്കാൻ AICCക്ക് ആകുമോ? ഇതിനോടൊപ്പം മറ്റൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി കോൺഗ്രസിനെ കാത്തിരിക്കുന്നു. നറുക്ക് KC വേണുഗോപാലിനാണെങ്കിൽ കേരളം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും എന്ന് ഉറപ്പാണ്. അത് പുതിയ വിഭാഗീയ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുമോ? കേരള രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാക്കുമ്പോൾ നോക്കാം രാഷ്ട്രീയ കരുത്തന്മാരുടെ കരുനീക്കങ്ങൾ എങ്ങനെ. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. ഒടുവിൽ ആ തീരുമാനം വ്യക്തമാവുകയാണ്. ഹൈക്കമാൻഡിന് താല്പര്യം KC വേണുഗോപാലിനെയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കേരള രാഷ്ട്രീയം നിർണായകമായ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. മുഖ്യമന്ത്രി പദമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങളില്ല എന്ന കടുത്ത നിലപാടിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. അപ്പോൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി KC വേണുഗോപാലാകും എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. അത് തീരുമാനിക്കാൻ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിലാണ്, ഡൽഹിയിലാണ് നിർണായക യോഗങ്ങൾ നടന്നത്. MLA-മാരുടെ ഒരു വലിയ വിഭാഗം KC വേണുഗോപാലിനൊപ്പമാണെന്ന് ഡൽഹി വിലയിരുത്തുകയും ചെയ്തു. സ്വാഭാവികമായും KC വേണുഗോപാലിന് ഒപ്പമാണ് ഈ MLA-മാരുടെ ഒരു വലിയ വിഭാഗം എന്നത് അദ്ദേഹത്തിന് ഒരു നേട്ടമാകുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡും KC വേണുഗോപാലിന് ഒപ്പമാണ്. ഇനി VD സതീശന്റെ നിലപാടെന്ത്, ലീഗിന്റെ നിലപാടെന്ത്? ഈ മന്ത്രിസഭയിൽ ലീഗ് എന്തെങ്കിലും കടുംപിടുത്തങ്ങളിലേക്ക് നീങ്ങുമോ? തങ്ങൾ ഇല്ല എന്ന ഒരു കടുത്ത പ്രഖ്യാപനത്തിലേക്ക് ലീഗ് നീങ്ങുമോ? അങ്ങനെയുള്ള ശ്രുതികൾ കേൾക്കുന്നു. പക്ഷേ അഭിപ്രായം ചോദിക്കുമ്പോൾ മാത്രമേ ലീഗ് അതിന് മറുപടി പറയൂ എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലീഗിന്റെ നിലപാടെന്ത്? KC വേണുഗോപാൽ എന്ത് നിലപാട് ലീഗിനോട് സ്വീകരിക്കും? ഒപ്പം VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും എന്തു നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ നിർണായകമാവുകയാണ്. എന്നോടൊപ്പം കിരൺ ബാബു ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. കിരൺ ബാബു, ഇനി എത്ര സമയം കൂടി ആ നിർണായക പ്രഖ്യാപനത്തിന് കാത്തിരിക്കണം? കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായില്ലേ? അങ്ങനെ ഒരു തീരുമാനമാവുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ പൂർണ്ണമായും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കം നിൽക്കുന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയിൽ നിന്ന് അവർ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ചർച്ച അവസാനിപ്പിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഏറ്റവും അടുത്ത നേതാക്കളടക്കം അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. ആദ്യ റൗണ്ട് ചർച്ച നടന്നപ്പോൾ ആദ്യ റൗണ്ട് ചർച്ചയിൽ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉണ്ടായിരിക്കുന്നത് KC വേണുഗോപാലിനാണ് എന്നുള്ള വിവരം VD സതീശനെയും രമേശ് ചെന്നിത്തലയും അറിയിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ക്ലെയിം ഉള്ളത് എന്നത് MLA-മാരുടെ ഭൂരിപക്ഷത്തിനപ്പുറം എങ്ങനെയാണ് ക്ലെയിം ഉള്ളത് എന്ന് വ്യക്തമാക്കി. ആ ഒരു പടി കൂടി കടന്ന് VD സതീശൻ എങ്ങനെയാണ് KC വേണുഗോപാൽ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നേടിയത്? അത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ചില വാഗ്ദാനങ്ങൾ ചിലർക്ക് നൽകി സമ്മർദ്ദമുണ്ടാക്കി ആ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രം നേടിയ ഒരു ഭൂരിപക്ഷമാണ്. അത് കൃത്രിമമായ ഭൂരിപക്ഷമാണ്. അതാണ് ചോദ്യം. ഇത് ഒരു ഹൈക്കമാൻഡിന്റെ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗം എന്ന നിലയിൽ KC വേണുഗോപാലിന് കിട്ടിയ ഭൂരിപക്ഷമാകാം. പക്ഷേ ഇവിടെ ഈ ഹൈക്കമാൻഡ്, കിരൺ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ചുള്ള ഒരാളാണ്. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരാളാണ്. ഈ തെരുവിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഹൈക്കമാൻഡിനെ ബാധിക്കുമോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ ഘടകകക്ഷികൾക്ക് ഹൈക്കമാൻഡിനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിൽ ആക്കാൻ കഴിയുമോ? VD സതീശിന് പ്രതീക്ഷയുടെ എന്തെങ്കിലും നാമ്പ് അവശേഷിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം മനു പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ തെരുവിൽ നടക്കുന്ന സമരങ്ങളെ അല്ലെങ്കിൽ സമ്മർദ്ദത്തെ ഹൈക്കമാൻഡിനെ ബാധിക്കുമെന്നുള്ളതാണ്. അത് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഹൈക്കമാൻഡിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചാലും കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാരുടെ തീരുമാനത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഇത്തരം വിഷയത്തിലോ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയാൽ, എന്നിട്ട് കേരളത്തിന്റെ അവസ്ഥ തന്നെ കരുണാകരനെ പോലെ ഒരു നേതാവ് സമ്മർദ്ദ തന്ത്രവുമായി മുന്നിലേക്ക് വന്നപ്പോൾ അതിന് വഴങ്ങില്ല എന്ന് തീരുമാനിച്ചാണ്. യോജിച്ച് തീരുമാനമെടുത്താൽ തീരുമാനമെടുക്കും. സമ്മർദ്ദമാണ് ഒരാളുടെ വഴിയെങ്കിൽ അതിന് വഴങ്ങില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. അതിന്റെ
അതിന്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ നഷ്ടമുണ്ടായാലും അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പരമ്പരാഗതമായ ശീലമാണ്. ആ ശീലത്തിന് ഇതുവരെയും ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഏറ്റവും ചെറിയ ഒരു മാറ്റം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ വാശിക്ക് മുന്നിലായിരുന്നു ഒരിക്കൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ കാര്യത്തിൽ. അത് പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനമൊന്നും ആയിരുന്നില്ല. അത് യൂത്ത് കോൺഗ്രസിന്റെ ചുമതല ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ മാത്രം ഒരു തീരുമാനമായിരുന്നു. അവിടെ അല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയ തിരിച്ചടികൾ പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. എന്നിട്ട് കർണാടകയിൽ ഏറ്റവും പ്രബലനായ നേതാവ് DK ശിവകുമാർ ഒരു ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാർ സമ്മർദ്ദം ചെലുത്തുന്നു. കർണാടക വിജയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഫാക്ടറായിരുന്നു DK ശിവകുമാറാണ്, സംശയമില്ല. പക്ഷേ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ അത് സിദ്ധരാമയ്യയുടെ കൂടെയാണ്. അവിടെ സിദ്ധരാമയ്യയുടെ ഒപ്പം ലീഗിന് എന്തെങ്കിലും നിർണായകമായ ഒരു പങ്കിന് വഹിക്കാനുണ്ടോ, അതോ KC വേണുഗോപാലിന് വളരെ ഈസിയായി മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകകക്ഷി മാത്രമാണോ ലീഗ്? എന്താണ് അതിൽ കിരണിന്റെ ഒരു നിലപാട്? ഇതിനകത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ആരിടപെട്ടാലും അത് സതീശന്റെ ഇടപെടലാണ് നമുക്ക് കരുതേണ്ടി വരും. നമുക്കത് കൃത്യമായിട്ട് അതിന്റെ വിവരം അറിയില്ല. അല്ലെങ്കിൽ ലീഗ് തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അവർ മനഃപൂർവ്വം അത്ര ഒരു കുഴിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കായിരുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയിട്ടില്ല. അങ്ങനെ ഒരു പതിവ് കേരളത്തിൽ ഇതുവരെയും ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ചപ്പോഴോ കരുണാകരനെയോ AK ആന്റണിയോ ഒന്നും തീരുമാനിച്ചത് ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയില്ല. ഘടകകക്ഷികൾ കോൺഗ്രസിൽ കരുണാകരനെ മാറ്റാൻ വേണ്ടി വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഘടകകക്ഷിയുടെ അഭിപ്രായം തേടി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന പതിവ് കോൺഗ്രസിലില്ല. ഇത് ലീഗിന് ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്, ഘടകകക്ഷികൾക്ക് പറയാറുണ്ട്. ഞങ്ങൾ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ടു. പക്ഷേ ആ കണ്ട സമയത്ത് അവർ കൃത്യമായി VD സതീശന്റെ പേര് പറയുകയും ഒക്കെ ചെയ്തു. അത് ഒരു പ്രതിസന്ധി തന്നെയാണ് നിലവിൽ. കാരണം ഇപ്പോൾ ആ പ്രതിസന്ധിക്ക് ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം വയനാടാണ്. വയനാട് സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമാണ് ലീഗിന്റെ പിന്തുണ. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ലീഗും കോൺഗ്രസും അത്രത്തോളം യോജിച്ചാണ് ഇത്തവണ പോയത്. അങ്ങനെ യോജിച്ചു പോകുന്നൊരു ഘട്ടത്തിൽ ടീം UDF ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആൾ VD സതീശനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ VD സതീശന്റെ ആ പോസിറ്റീവ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് VD സതീശൻ ഈ ഘടകകക്ഷികളെല്ലാം കൂട്ടി യോജിച്ചുകൊണ്ട് തനിക്ക് വേണ്ടിയുള്ള വാദം ഉന്നയിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു രീതി വെച്ചിട്ട് ഘടകകക്ഷിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരുടെ CLP ലീഡറെ തീരുമാനിക്കുന്ന രീതി കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും ഇല്ല. കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. അവിടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭൂരിപക്ഷം MLA-മാർ ആരെ പിന്തുണയ്ക്കുന്നു, ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമാണ് കേരളത്തെ സംബന്ധിച്ച് ഇതൊരു മുന്നണി മന്ത്രിസഭയാണ്. ഈ മുന്നണി മന്ത്രിസഭയുടെ പ്രതിച്ഛായയും അതിന്റെ കെട്ടുറപ്പും കോൺഗ്രസിന് പ്രധാനമാണ്. കാരണം അങ്ങനെ ഇത്ര ഒരു വലിയ വിജയമുണ്ടാക്കിയ സ്ഥലത്ത് വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ നാണക്കേടുണ്ടായാൽ അത് കോൺഗ്രസിന് ആകെ കൂടി നാണക്കേടാവുന്ന അവസ്ഥ ഈ മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയുമോ? VD സതീശൻ സമ്മർദ്ദം ചെലുത്തി KC വേണുഗോപാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? രമേശ് ചെന്നിത്തലയെ പറഞ്ഞനുനയിപ്പിച്ച് ഈ മന്ത്രിസഭയ്ക്കൊപ്പം നിർത്താൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കാൻ ഈ ഹൈക്കമാൻഡിന് കഴിയുമോ? മനു, നിലവിൽ രണ്ടുപേരും അറിയിച്ചിരിക്കുന്നത് നമുക്ക് അവിടം വരെയുള്ള പോയിന്റാണ് നമ്മളുടെ കയ്യിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അത് രണ്ടുപേരും മുഖ്യമന്ത്രി അല്ല എങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാട് തന്നെയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും കൃത്യമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെയാണ് രണ്ടുപേരും ഉറച്ചു നിൽക്കുന്നത്. അതിനുശേഷം ചർച്ചകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20-25 മിനിറ്റ് 30 മിനിറ്റായി ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു ക്ലോസ് ഡോർ ചർച്ചകളാണ് നടക്കുന്നത്. അവിടെ ഇവർ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ നേതാക്കൾ എപ്പോഴും കോൺഗ്രസ് അങ്ങനെയാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ മറ്റ് നേതാക്കളുമായിട്ടൊന്നും ചർച്ചയില്ല. ആരാണ് ഗ്രൂപ്പ് നേതാവ്, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഗ്രൂപ്പ് നേതാവിനെയായിരുന്നു വിളിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളായി നിൽക്കുന്നത് ഇവര് 3 പേരാണ്. അവരെ 3 പേരെ നിർത്തിക്കൊണ്ട് അവരെ ഒറ്റയ്ക്കും കൂട്ടായും ചില ചർച്ചകൾ നടത്തി അതിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം അംഗീകരിക്കില്ല എന്ന് വീണ്ടും വാശി പിടിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ തീരുമാനം ഇന്നത്തേക്ക് മാറ്റിവെക്കാനോ അത് പിന്നീട് രമേശ് ചെന്നിത്തലയുടെ ഒക്കെ നിലപാട് ഇവിടെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ്. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിഷയം പോകാൻ അങ്ങനെ ഒരു ധാരണയായെങ്കിൽ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് എല്ലാം കേട്ട് സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കുന്ന ആളല്ല. സോണിയാഗാന്ധി സ്വാഭാവികമായും ആ തീരുമാനമെടുക്കാൻ ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. സമയമെടുത്ത് സോണിയാഗാന്ധിക്ക് വിശ്വസ്തരായ നേതാക്കളൊക്കെ ഉണ്ട്, AK ആന്റണി അടക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ചിലപ്പോൾ അഭിപ്രായം സോണിയാഗാന്ധി ഇടും. അല്ലാതെ AK ആന്റണി അങ്ങോട്ട് വിളിച്ച് സോണിയാഗാന്ധിയുടെ അഭിപ്രായം പറയാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു അഭിപ്രായത്തിൽ തേടി ചിലപ്പോൾ അത്തരത്തിൽ ചില സമവായത്തിലേക്ക് നീക്കത്തിന് ആന്റണിയൊക്കെ ചുമതലപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ക്ഷമിക്കണം, മുൻകാലങ്ങളിലും ഇത്തരത്തിലേക്കുള്ള പ്രസിദ്ധിയൊക്കെ വരുമ്പോൾ സോണിയാഗാന്ധിയുടെ മുന്നിലാണ് വിഷയമെത്തുമെങ്കിൽ അത് ഇന്നൊരു തീരുമാനം ഉണ്ടാവില്ല. 1-2 ദിവസം ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ തരത്തിലേക്ക് പോകാൻ
സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് അടക്കം ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാതെ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് പ്രശ്നം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം രമേശ് ചെന്നിത്തല എന്തായാലും നടത്തുമെന്ന് അത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കൂട്ടത്തിൽ സോണിയാഗാന്ധിയുമായി അത്തരത്തിലൊരു ബന്ധമുള്ളതും സോണിയാഗാന്ധി പറഞ്ഞാൽ കേൾക്കേണ്ടി വരുന്ന ഒരാൾ, കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരാളൊക്കെ രമേശ് ചെന്നിത്തലയാണ്. കെ.സി. വേണുഗോപാലാണെങ്കിൽ സോണിയാഗാന്ധിയേക്കാൾ രാഹുൽ ഗാന്ധിയുമായിട്ടാണ് ബന്ധം. വി.ഡി. സതീശനെ സംബന്ധിച്ച് ചിലപ്പോൾ അദ്ദേഹം വൈകാര്യമായ തീരുമാനം മുമ്പ് എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇനി അങ്ങനെ ഒരു വൈകാര്യ തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം പറയുന്നത് ഏതായാലും അവിടെ സങ്കീർണമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ കിരൺ ബാബു അവിടെ നിന്ന് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഏതായാലും കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിലെ കടന്നപ്പള്ളി ഗ്രാമത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തും എന്നതാണ് അതിലെ സവിശേഷത. പിണറായി വിജയന് ശേഷം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയും കണ്ണൂരിൽ നിന്ന് തന്നെയാകും എന്നതാണ് അതിലെ സവിശേഷത. കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി സ്വപ്രയത്നത്താൽ നടന്നു മുന്നോട്ട് വന്ന കെ.സി. വേണുഗോപാൽ എന്ന നേതാവിൻ്റെ സ്വയം അടയാളപ്പെടുത്തലാകും അത്. ജനകീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് ഡൽഹിയുടെ അധികാര ഇടനാഴികളിലേക്ക് നീണ്ടുപോകുന്ന ആ രാഷ്ട്രീയ യാത്രയും കേരളത്തിന് സുപരിചിതമാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിൽ നിന്നാണ് കെ.സി. വേണുഗോപാൽ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. 1987 കെ.സി. വേണുഗോപാൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1992 മുതൽ 2000 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു. 2004 ആണ് കേരളത്തിൻ്റെ ടൂറിസം, ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി ചുമതലയേറ്റത്. 2011 കേന്ദ്ര ഊർജ സഹമന്ത്രിയായി പ്രവർത്തിച്ചു. 2012 മുതൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 2017 ഏപ്രിലാണ് AICC ജനറൽ സെക്രട്ടറിയായി കെ.സി. വേണുഗോപാൽ എത്തുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെ കർമ്മഭൂമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കിയാൽ ആലപ്പുഴയായിരുന്നു. 1996 മുതൽ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു. 96 ആലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ ജനവിശ്വാസം നിലനിർത്തുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. ആലപ്പുഴയുടെ സാമൂഹ്യ രാഷ്ട്രീയ സ്പന്ദനങ്ങളോട് എന്നും കെ.സി. വേണുഗോപാൽ ചേർന്ന് നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നാണ് ഒരു ദേശീയ തലത്തിലേക്ക്, ഒരു ദേശീയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലേക്കൊക്കെ കെ.സി. വേണുഗോപാൽ ഉയരുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ഭരണകരമായ തെളിവുകൾ കേരളം കണ്ടതാണ്. ഭരണപരമായ കഴിവുകൾ കേരളം മനസ്സിലാക്കിയതാണ്. പിന്നീട് ലോക്സഭയിലേക്കുള്ള പ്രവേശനത്തോടെ ദേശീയ രാഷ്ട്രീയത്തിലും ആ സാന്നിധ്യം ശക്തമാവുകയാണ്. കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ.സി. വേണുഗോപാൽ പിന്നീട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി വിശ്വസ്തനായി മാറുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കെ.സി. വേണുഗോപാൽ ഉണ്ട്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതയുടെ മുൻനിരയിൽ കെ.സി. വേണുഗോപാൽ നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ നീക്കത്തെ കേരളത്തിലെ പൊതു കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊള്ളുമോ എന്ന സംശയവും ഒരു വശത്ത് കനക്കുകയാണ്. ഇനി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി തുടർന്നാൽ, മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ കെ.സി. വേണുഗോപാൽ എവിടെ മത്സരിക്കുമെന്ന പ്രധാന ചോദ്യം ഉയരുന്നു. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സാഹചര്യമെന്ന് നമുക്ക് അതിൻ്റെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ആലപ്പുഴയിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷം 21,015 വോട്ടാണ്. 21,015 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആലപ്പുഴയിൽ ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. അത് 2010 മുതൽ നമുക്ക് നോക്കുമ്പോൾ ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2011 ഭൂരിപക്ഷം 16,000 ഭൂരിപക്ഷത്തിൽ LDFനാണ് മുൻതൂക്കം ലഭിക്കുന്നത്. 2016 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDFനാണ് അവിടെ മുൻതൂക്കം ലഭിക്കുന്നത്. പിന്നീട് 2021 നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയും. അപ്പോൾ ഈ കെ.സി. വേണുഗോപാൽ 1996 2001 2006 ഒക്കെ അവിടെ നിന്ന് ജയിച്ചു വരുന്നു. 2009 A.A. ഷുക്കൂറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് വരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് 2011 തോമസ് ഐസക്കാണ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത്. 2016 തോമസ് ഐസക്ക വിജയം ആവർത്തിക്കുന്നു. 2 ഘട്ടങ്ങളിലും അവിടെ നമുക്ക് കാണാൻ കഴിയും ഭൂരിപക്ഷം 16,000 നിന്ന് പിന്നീട് തോമസ് ഐസക് അത് 31,000
ഉയർത്തുന്നു. അതാണ് 2021 PP ചിത്തരഞ്ജൻ 11,000-ലേക്ക് താഴ്ത്തുന്നത്. അപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്നാൽ വിമത നീക്കങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ ഉണ്ടാകും എന്നത് ഒരുപക്ഷെ അത് സാധ്യമാണോ എന്ന് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. പക്ഷേ KC വേണുഗോപാലാണ് ആലപ്പുഴയുടെ മനസ്സറിയുന്ന KC വേണുഗോപാലിന് അവിടെ നിന്ന് ജയിച്ചു കയറുക എളുപ്പമാകും എന്ന് കരുതുന്നവരുണ്ട്. മറ്റൊരു മണ്ഡലം KC വേണുഗോപാൽ തിരഞ്ഞെടുക്കുക ഒരുപക്ഷെ ഇരിക്കൂർ മണ്ഡലമായിരിക്കാം. ഇരിക്കൂർ മണ്ഡലത്തിൽ ഇത്തവണ 42,000-ലധികം ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് UDF അവിടെ വിജയം ഉറപ്പിച്ചത്. 42,000 എന്നത് ഇരിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇരിക്കൂർ ഒരു കോൺഗ്രസ് എത്രമാത്രം കനത്ത ഒരു കോൺഗ്രസ് മണ്ഡലമാണ് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് നൽകുന്നു. അവിടെ ഈ 1977 CP ഗോവിന്ദൻ നമ്പ്യാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ എത്തുന്നത് മുതൽ പിന്നീട് കടന്നപ്പള്ളി രാമചന്ദ്രൻ 1980 മത്സരിക്കുമ്പോൾ 82 മുതൽ നിരന്തരം KC ജോസഫിനൊപ്പം നിന്നൊരു മണ്ഡലം. 2016 KC ജോസഫ് ജയിക്കുന്നു. 2021 KC ജോസഫ് സ്വമേധയാ താൻ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് മാറുന്നത്. ആ 2021 KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനായ സജീവ് ജോസഫിന് ആ മണ്ഡലം ലഭിക്കുന്നത്. അവിടെ മത്സരം വരികയാണെങ്കിൽ അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ഉള്ള ഭൂരിപക്ഷം 2011 ഭൂരിപക്ഷം 11,000 അത് 2016 9,647 വരുന്നു. 2021 ആകുമ്പോൾ ഭൂരിപക്ഷം 10,000 ആകുന്നു. ഇത്തവണ ഭൂരിപക്ഷം 42,426 എന്ന കണക്കിലേക്ക് വരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന ഒരു മണ്ഡലമായി കോൺഗ്രസിന് ഇരിക്കൂറും മാറുകയാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മണ്ഡലങ്ങൾ വളരെ സുപ്രധാനമാണ്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ചോദ്യവും കനക്കുകയാണ്. അങ്ങനെ വന്നാൽ രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാകുമോ, വിഭാഗീയത കോൺഗ്രസിൽ പിടിമുറുക്കുമോ, അങ്ങനെ 100,000 ചോദ്യങ്ങൾ വരികയാണ്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സങ്കീർണതകൾ അവസാനിക്കുന്നില്ല. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇനി നിർണായകമായ നിമിഷങ്ങൾ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലും അവിടെ രാഷ്ട്രീയ സാഹചര്യം അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നു. തമിഴ്നാട്ടിൽ TVK സർക്കാരിന് ഏതായാലും സർക്കാർ ഉണ്ടാക്കാനുള്ള വഴികൾ തെളിയുന്നു. TVKക്ക് നിരുപാധിക പിന്തുണ നൽകാം എന്ന് VCK അറിയിച്ചിരിക്കുന്നു. TVK ജനറൽ സെക്രട്ടറി നിർമ്മൽ ആനന്ദും VCK നേതാവ് തിരുമാവലവനുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അവർ തീരുമാനമെടുത്തു. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു. എന്നോടൊപ്പം CV അനുമോദ് അവിടെ നിന്ന് ചേരും. അനുമോദ്, ഗവർണർ അവിടെ നിന്ന് പോവുകയാണ്. കേരളത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരികയാണ്. അപ്പോൾ വിജയ്ക്ക് ഗവർണറെ കാണാൻ കഴിയുമോ? മന്ത്രിസഭാ രൂപീകരണത്തിൽ പിന്നെയും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന വിവരങ്ങളാണോ അനുമോദ് അവിടെ നിന്ന് നൽകാനുള്ളത്? ഏറ്റവും അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത് ഗവർണർ കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി എന്നുള്ളതാണ്. വിജയ് 6:30 ഗവർണറെ കാണാനുള്ള സമയവും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ഗവർണർ 6 മണിയോടെ കേരളത്തിൽ യാത്ര തിരിക്കുമെന്നായിരുന്നു കിട്ടിയ വിവരങ്ങൾ. പക്ഷേ അതിനുശേഷമാണ് ഈ വിജയ്ക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹത്തിന് VCKയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അടക്കം 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനും കഴിഞ്ഞത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഗവർണർ കേരളത്തിലേക്കുള്ള യാത്രയിലാകുമെന്ന സൂചനകളായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്ന് വിജയ് രാജ്ഭവനിലേക്കുള്ള യാത്ര റദ്ദാക്കി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന വിവരം ഗവർണർ കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ, ഇന്ന് രാത്രിയോടെ തന്നെ വിജയ് ഗവർണറെ 4ാമതും കാണും എന്നുള്ളതാണ് അറിയാനാകുന്നത്. ഇത്തവണ 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്തുമായിട്ടായിരിക്കും ഗവർണറെ വിജയ് കാണുക. സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞയ്ക്ക് ഇനി ഏറെ കാലതാമസം വരില്ല. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ വിജയ്ക്ക് മുമ്പിൽ നീങ്ങിയിരിക്കുന്നു. വിജയ്ക്ക് നിരുപാധിക പിന്തുണയാണ് CPM-ഉം CPI-യും VCKയും മുസ്ലിം ലീഗും ഒക്കെ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷത്തിലും അധികം 120 സീറ്റുകളുടെ പിന്തുണയിൽ, 120 MLA-മാരുടെ പിന്തുണയിൽ വിജയ് ഭൂരിപക്ഷം തികച്ച് സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്. അനിശ്ചിതത്വങ്ങൾക്കെല്ലാം തന്നെ അവസാനമായിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് അവസാനമായിട്ടുണ്ട്. വിജയ് അവസാനം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഇനി ചുമതലയേൽക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രമായിരിക്കും ശേഷിക്കുക. എന്നാണെങ്കിലും ഗവർണറുടെ തീരുമാനമാണ് പ്രധാനം. ഗവർണർ വിജയ്ക്ക് ഇന്ന് 6:30 കാണാനുള്ള സമയം കൊടുക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെ ഗവർണറുടെ ഭാഗത്തും അനുകൂലമായ ഒരു സമീപനമുണ്ടായാൽ, അദ്ദേഹം വിജയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചാൽ വലിയ കാലതാമസം കൂടാതെ തന്നെ സർക്കാർ രൂപീകരിക്കാൻ വിജയ്ക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ തന്നെ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്യും. അനു.
അനുമോദ് അവിടെ ഈ VCK തലവൻ VCK നേതാവ് തിരുമാവലവനുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായി ചോദിക്കും, അദ്ദേഹം ചില സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ചോദിച്ചു എന്നൊക്കെ. അതൊക്കെ രമ്യമായി പരിഹരിക്കാൻ ഈ ചർച്ചകളിലൂടെ കഴിഞ്ഞു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഉപാധിരഹിത പിന്തുണയാണ് എല്ലാവരും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ VCKയുടെ ഭാഗത്തായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തുള്ള സമ്മർദ്ദം, മറ്റ് സ്ഥാനങ്ങൾക്കുള്ള സമ്മർദ്ദം എന്ന വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഒരു ഉച്ചയോടെ VCK തന്നെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഏറ്റവും അവസാനം ഈ ഒരു പിന്തുണ വാഗ്ദാനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഉപാധിരഹിത പിന്തുണയാണ്. കാരണം ഇവിടെ ഒരു സർക്കാർ വരേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാതിരിക്കാൻ, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതേ നിലപാട് നേരത്തെ MK സ്റ്റാലിനും ഈ തന്റെ സഖ്യകക്ഷികൾ വിജയ പിന്തുണയ്ക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് സ്റ്റാലിന്റെ അറിവോടെയും സമ്മതത്തോടെയും അനുവാദത്തോടെയുമാണ് ഈ കക്ഷികളൊക്കെ തന്നെ വിജയെ പിന്തുണയ്ക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ ഉപാധിരഹിത പിന്തുണ എന്ന് പറഞ്ഞാൽ പോലും ഉപാധികൾ ഉണ്ടായേക്കാം. അത് പക്ഷേ ആദ്യഘട്ടത്തിൽ എന്താണെങ്കിലും ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് അത് സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. ക്യാബിനറ്റിൽ സാന്നിധ്യം തമിഴ്നാട്ടിലും പ്രശ്നങ്ങൾ തീരുന്നു, തമിഴ്നാട്ടിലും സത്യപ്രതിജ്ഞ വൈകാതെ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്നതിൽ ഗവർണർ ഇൻഡിഗോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് 7:10 കൂടി അവിടെ നിന്ന് തിരിക്കുമെന്നാണ് ഒടുവിൽ എനിക്ക് വിവരം കിട്ടിയത്. പക്ഷേ ഇത് അനുമോദ് വ്യക്തമാക്കുന്നു, ഫ്ലൈറ്റ് അങ്ങോട്ടുള്ള യാത്ര ക്യാൻസൽ ചെയ്ത് ഗവർണർ അവിടെ തന്നെ തുടരുന്നു. അപ്പോൾ സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ പിന്തുണയും ഗവർണറും നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ബംഗാളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്. BJPയുടെ സുവേന്ദു അധികാരി എന്ന സംസ്ഥാനത്തിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അവിടെ സത്യപ്രതിജ്ഞ നടന്നത്. അതോടൊപ്പം തന്നെ রাজ্যের মুখ্যমন্ত্রী রূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনিত হইবে বা আমি জ্ঞাত হইব, তাহা মুখ্যমন্ত্রী রূপে আমার কর্তব্য সমূহের যথাযথ নির্বাহের জন্য যে রূপ আবশ্যক হইতে পারে তদ্গতিকে അതാണ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ മറ്റ് 5 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ബംഗാളിലെ BJPയുടെ കരുത്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിലീപ് ഘോഷ്, അവിടെ മുൻ RSS പ്രവർത്തകനായ ദിലീപ് ഘോഷ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഖരഗ്പൂർ സർദാറിൽ നിന്നാണ് ദിലീപ് ഘോഷ് ജയിച്ചത്. അതുപോലെ അസ്നോൾ ദക്ഷിണിൽ നിന്ന് ജയിച്ച അഗ്നിമിത്ര പോളാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റൊരു നേതാവ്. അതോടൊപ്പം തന്നെ അശോക് കീർത്തനീയ അവിടെ നിന്ന് ബാഗോൺ ഉത്തറിൽ നിന്ന് ജയിച്ച MLA ആണ്. അശോക് കീർത്തനീയ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഷുതിറാം തുദു റാണിബന്ദ് എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ച നേതാവാണ്. അതോടൊപ്പം മാധബംഗ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ച നിതീഷ് പർമാണിക് കൂടി, അതായത് കൂച്ച് ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട BJP നേതാവ് കൂടി ആണ് അദ്ദേഹം. അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. സുവേന്ദു അധികാരി എല്ലാവർക്കും അറിയാം, ഭവാനിപ്പൂരിലും ഒപ്പം നന്ദിഗ്രാമിൽ നിന്നും ജയിച്ചു വന്ന നേതാവാണ്. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ നേട്ടം. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഈ അധ്യായം ശക്തനായ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ അടയാളപ്പെടുത്തലാണ്. ഇന്ന് സംസ്ഥാനത്തെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഒരു വലിയ നേട്ടമായി അവർ ഉയർത്തി കാണിക്കുന്നു. സത്യപ്രതിജ്ഞ എന്നത് BJPയുടെ രാഷ്ട്രീയ വിജയം എന്ന തരത്തിൽ ആഘോഷിക്കപ്പെട്ടു. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ സഹയാത്രികനായിരുന്നു സുവേന്ദു അധികാരി. പിന്നീട് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി, ഏറ്റവും വലിയ ശത്രുവായി മാറി. ഇന്ന് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ഭരണത്തിന് വിരാമമിട്ടാണ് സുവേന്ദു അധികാരി അവിടെ തൻ്റെ രാഷ്ട്രീയ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് പൂർത്തിയാക്കുന്നത്. പൂർബ മേദിനിപൂർ ജില്ലയിലെ കർക്കൂലി ഗ്രാമത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവായിരുന്നു സിനിസർ അധികാരി. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സുവേന്ദു അധികാരി. ബാല്യവും വിദ്യാഭ്യാസവും ഒക്കെ ബംഗാളിൽ മണ്ണിനോട് ചേർന്ന്, സംസ്കാരത്തോട് ചേർന്ന് ആയിരുന്നു. കൊണ്ടോയ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അവിടെ നിന്ന് പ്രഭാത് കുമാർ കോളേജിൽ നിന്ന് ബിരുദവും, തുടർന്ന് കൊൽക്കത്തയിലെ രവീന്ദ്ര ഭാരതി സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. അങ്ങനെ ബംഗാളിലെ ഇടതുപക്ഷ ആധിപത്യത്തിൻ്റെ
ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെ ഛാത്ര പരിഷത്തിലൂടെയൊക്കെ ആയിരുന്നു ആ രാഷ്ട്രീയ പ്രവേശനം. 1995 ഗാന്ധി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായി ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. 98 മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ സുവേന്ദു അധികാരിയും അതിൽ ചേർന്നു. അതിനുശേഷം പൂർബ മെദിനിപ്പൂരിൽ തൃണമൂലിന്റെ ശക്തമായ സംഘടന സംവിധാനം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചു. 2007 നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരത്തിൽ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിക്കുന്ന ആ സാഹചര്യത്തിൽ അവിടെ നമുക്ക് പ്രക്ഷോഭത്തിന്റെ മുന്നണിയിൽ ഈ നേതാവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ ശ്രദ്ധേയനായി സുവേന്ദു അധികാരി. നന്ദിഗ്രാമിലെ ജനകീയ സമരം ഇടതുപക്ഷത്തിന്റെ ദീർഘകാല ഭരണത്തിനെതിരായ വികാരത്തെ ശക്തിപ്പെടുത്തിയപ്പോൾ അതിന് കാരണക്കാരൻ ആരാണ് എന്നതും വ്യക്തമായിരുന്നു. അങ്ങനെ മമതാ ബാനർജിയുടെ ഉയർച്ചയ്ക്ക് അത് വഴിയൊരുക്കിയെങ്കിൽ 2009 2014 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുവേന്ദു അധികാരി 2016 നന്ദിഗ്രാമിൽ നിന്ന് MLA ആയി നിയമസഭയിലെത്തി. മമതാ ബാനർജി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി, പരിസ്ഥിതി മന്ത്രിയായി ഒക്കെ പ്രവർത്തിച്ചു. സംസ്ഥാന ഭരണതന്ത്രത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് അത് നോക്കിക്കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ 2020 ബംഗാൾ രാഷ്ട്രീയം അപ്രതീക്ഷിതമായ വഴിത്തെരുവിലേക്ക് നീങ്ങിയപ്പോൾ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിലെത്തുകയാണ്. അങ്ങനെയാണ് ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുറി മാറ്റിമറിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ നേരിട്ട് അദ്ദേഹം 1986 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി താൻ കരുത്തനാണ് ബംഗാളിൽ എന്ന് തെളിയിച്ചു. ആ വിജയം ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. അത് BJPക്ക് ആത്മവിശ്വാസം പകർന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവായി സഭയ്ക്കകത്തും പുറത്തും ശക്തനായ ആ രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർച്ച ആ ബംഗാൾ കണ്ടു എന്നതാണ് അതിലെ കാര്യം. പിന്നീട് അവിടെ എല്ലാവിധ പ്രക്ഷോഭങ്ങൾക്കും മുന്നിലുണ്ടായിരുന്നു. അഴിമതി ആരോപണങ്ങൾ, തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾക്ക്, നിയമക്രമസമാധാന പ്രശ്നങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങളിലും BJPയുടെ മുഖമായ സുവേന്ദു അധികാരി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചുകളിൽ അദ്ദേഹത്തെ കണ്ടു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 207 സീറ്റുകൾ നേടി ചരിത്ര വിജയം സ്വന്തമാക്കുമ്പോൾ അത് സുവേന്ദു അധികാരി എന്ന വങ്കനാട്ടിലെ വീരന്റെ വിജയഗാഥ കൂടി ആവുകയാണ്. ഏതായാലും ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ സംബന്ധമായ കൂടുതൽ വാർത്തകളുടെ ചിത്രങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.